വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. സൺഡേ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നൊരു ഒരു സൺഡേ ഈവനിങ് വ്ളോഗ് എടുക്കുകയാണ്. ഒരു ചെറിയൊരു കുട്ടി വ്ളോഗാണിത്, ഒരു ഈവനിങ് വ്ളോഗ്. നിങ്ങൾക്ക് ഭയങ്കര വെയിലുണ്ട്, നിങ്ങൾക്കൊന്നും വെയിലടിക്കണല്ലേ ഇപ്പോൾ ഒരു വെയിലത്ത് ഗാർഡനിങ് ചെയ്യാനായിട്ട്? ഇതില്ല ഒരാൾ വെയിലത്തിരിക്കണ നോക്കിയേ. തുള്ളി തുള്ളി ഓടുന്നത് മിനിന്റെ പുറകെ നടക്കും കേട്ടോ. ആ വേണ്ട 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 വേണ്ട, താഴെ കിടന്ന് ബിസ്ക്കറ്റ് എടുക്കണ്ട അമ്മിണി. വേണ്ട 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 വേണ്ട, വേറെ തരാം അമ്മ, വേറെ ബിസ്ക്കറ്റ് തരാം, വേറെ ബിസ്ക്കറ്റ് തരാം. ഹലോ, അപ്പം ഞങ്ങളെല്ലാവരും അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായി. വേറൊരാൾ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോഴത്തെ അമ്പലത്തിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ശരിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്ററിൻ്റെ അടുത്താണ് ചോറ്റാനിക്കര അമ്പലത്തിലേക്കുള്ളൂ. ഇപ്പം നമ്മൾ വണ്ടി അവിടെ സൈഡിൽ പാർക്ക് ചെയ്ത് അമ്പലത്തിൻ്റെ സൈഡിൽ നിന്നാണ് നമ്മൾ കയറുന്നത്. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടി പോവാം. അപ്പോൾ ഇവരങ്ങനെ ആനയെ കാണാൻ പോവാം. സീതക്കുട്ടി അല്ല ഏട്ടാ, വേറെ പുതിയ ആനയല്ലേ ഇത്? എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് കാറിലൊക്കെ കയറി തിരിച്ചിറങ്ങുകയാണ് അമ്പലത്തിൽ നിന്ന്. അങ്ങനെ തിരിച്ച് വന്ന വഴിക്കാണ് നമുക്ക് മസാല ദോശ കഴിക്കാനുള്ള ആഗ്രഹം തോന്നി അടുത്തുള്ള അന്നപൂർണ്ണ ഹോട്ടലിലേക്ക് പോവാം. അങ്ങനെ ഫൈനലി നമ്മൾ മസാല ദോശയൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലെത്തി. അങ്ങനെ ഒരു ചെറിയൊരു കുട്ടി വ്ളോഗാണ്, ഞങ്ങളൊരു കുട്ടി സൺഡേയിലുള്ളൊരു ചെറിയ വ്ളോഗായിരുന്നു ഇത്. അങ്ങനെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.